കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന ഒരു ഇന്റർവ്യൂവിൽ നടൻ സിദ്ദിഖ് പറയുന്ന ഒരു കാര്യം കേട്ടു. മോഹൻലാലിന്റെ കുറെ പടങ്ങൾ ഒരുമിച്ച് പൊട്ടി മോഹൻലാൽ തീർന്നു എന്നൊക്കെ ആളുകൾക്ക് തോന്നി തുടങ്ങുമ്പോഴും ഒരു മോഹൻലാൽ ചിത്രം തരക്കേടില്ല എന്ന റിപ്പോർട്ട് വന്നാൽ അത് മതി മോഹൻലാലിന്റെ പവർ അറിയാൻ എന്നുള്ളത്. അത് എത്രമാത്രം സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ സമയമാണിത്. 2019 ലൂസിഫറിന് ശേഷം ഇറങ്ങിയതെല്ലാം ഒരു മാലപ്പടക്കം പോലെ പൊട്ടിയിട്ടും ഇപ്പോൾ ഇറങ്ങിയ തുടരുമുണ്ടാക്കിയ ഓളം ഈയടുത്തൊന്നും മലയാളത്തിൽ ഒരു ചിത്രത്തിനും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഈ കാലത്തിനിടയിൽ വാലിബൻ, മരക്കാർ, ബറോസ് പോലെ കുറെ പരീക്ഷണ ചിത്രങ്ങൾ ലാലേട്ടൻ ചെയ്തു. അതൊന്നും ഏട്ടൻ ഫാൻസിനോ അതുപോലെ തന്നെ മലയാളികൾക്കോ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. മറിച്ച് തന്റെ പഴയ 23 പടങ്ങളുടെ റെഫറൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിയ തുടരും എന്ന ചിത്രം പറഞ്ഞു തീരുന്നത് മലയാളികളുടെ ഹൃദയത്തിലേക്കും അതുപോലെ തന്നെ സ്നേഹത്തിലേക്കുമാണ്. ഇപ്പോഴും പഴയ ലാലേട്ടനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാകുന്നു. മലയാള സിനിമ ഈ അടുത്തിടയ്ക്ക് ലഹരി മാഫിയയുടെ സ്വാധീനത്തിലാണെന്നും ഈ ലഹരി മാഫിയ മലയാള സിനിമയെ നശിപ്പിക്കും എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് ലഹരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു നമ്മുടെ ലാലേട്ടൻ. ലാലേട്ടൻ ദേവാസുരത്തിൽ കഴിക്കുന്ന നാടൻ വാറ്റ് പിന്നീട് നീലകണ്ഠൻ എന്ന പേരിൽ ഫേമസ് ആവുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ടെന്താ പരിപാടി എന്ന പരസ്യവാചകം ഇപ്പോഴും കുടിയന്മാർക്കിടയിൽ ട്രെൻഡായി മാറിയിട്ടുണ്ട്. നരസിംഹത്തിലെ കുളത്തിൽ നിന്നും നേരിട്ട് ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് മദ്യപിക്കുന്ന രീതിയൊക്കെ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിലും ഇപ്പോഴുള്ള തലമുറകൾക്കിടയിലും നല്ല രീതിയിൽ സ്വാധീനപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. ലാലേട്ടൻ കാരണം യുവതലമുറ നശിക്കുന്നു എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വന്ന സമയത്ത് രാവണപ്രഭു ഇറങ്ങിയപ്പോൾ ലാലേട്ടന്റെ ചുണ്ടിൽ കത്തിക്കാത്തൊരു സിഗരറ്റ് ഉണ്ടായിരുന്നു. പോലീസുകാരനായ നായികയുടെ ഭാവി ഭർത്താവ് പറയുന്ന പൊതുസ്ഥലത്ത് പുകവലി പാടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. അതിന് നായകന്റെ മാസ് മറുപടിയും ഇപ്പോൾ വളരെയധികം പ്രസിദ്ധമാണ്. എന്റെ പ്രവൃത്തി കാരണം കുട്ടികൾ വഴിതെറ്റുന്നു എന്നാണ് പരാതി, അതിനാൽ ഇത് കത്തിക്കാറില്ല, ചുമ്മാ ചുണ്ടിൽ വെക്കും, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നായിരുന്നു. ഈ വാക്കുകൾ ആളുകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്തു. ആ വാക്കുകൾ അന്നത്തെ യുവതലമുറകൾക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എന്നും പറയുന്നുണ്ട്. പണ്ടൊക്കെ സിഗരറ്റും മദ്യവും മാത്രമായിരുന്നു ലഹരി, എന്നാൽ ഇന്ന് രാസലഹരികളുടെ കാലമാണ്. പല്ലും എല്ലും വരെ ദ്രവിപ്പിക്കാൻ പോകുന്ന രാസലഹരി, അതിന് കാലങ്ങളായി ഒരു മാസ് ഡയലോഗും ലാലേട്ടനുണ്ട്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നെക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നത് ഇന്നും ഇറങ്ങുന്ന പടങ്ങളിലൊക്കെ മോഹൻലാൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. 40 വർഷങ്ങളിലേറെയായി നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും സന്തോഷിപ്പിച്ചും പോകുന്ന ബോക്സ് ഓഫീസിൽ ഇനി ഇടാൻ റെക്കോർഡുകൾ ഒന്നും തന്നെ ബാക്കിയില്ല. അതുപോലെ തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള കലാഭവൻ മണി പുരസ്കാരം നേടിയ മലയാളികളുടെ സ്വന്തം ലാലേട്ടന് ഇന്ന് പിറന്നാളാണ്. എല്ലാവിധ ആശംസകളും ഓരോ ആരാധകരും നേർന്നു കഴിഞ്ഞു. ആ ആരാധകരുടെ വൈറൽ കുറിപ്പുകളും ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട്.